ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും അമ്മു സനൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ എപ്പോഴും വിചാരിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമ്മു സനൂസ് എന്ന് പറയാം. പക്ഷേ എന്താണെന്നറിയില്ല, പറഞ്ഞ് ശീലിച്ചതല്ലേ, ആദ്യം മുതൽ പറഞ്ഞു തന്നത് മാത്രമേ ഇൻട്രോയിൽ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പുറപ്പെടുന്ന എങ്ങോട്ടാന്ന് വിചാരിച്ചാൽ നമ്മൾ ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് കേട്ടോ മക്കൾക്ക്. അപ്പോൾ അമ്മു ഇതാ പുറപ്പെട്ട് ആ മാല മതി എന്നൊക്കെ പറഞ്ഞ് സെലക്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളും പുറപ്പെട്ട് ഇവിടെ അങ്ങനെ TV കാണാതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണത് പെരിന്തൽമണ്ണ എന്താ പറയുക ചമയത്തിക്കാണ് കേട്ടോ. ഞങ്ങൾ സ്ഥിരം പോക്ക് അങ്ങോട്ടാണ്. അവിടെ പല കടകളുണ്ട് പെരിന്തൽമണ്ണ, അറിയാലോ, നല്ല വിലക്കുറവുള്ള കടകളുണ്ട്. ഇനിയിപ്പോൾ ഏത് വലിയ കടയിൽ കയറിയാലും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള തുണി കിട്ടും കേട്ടോ. നമുക്ക് അടിപൊളി സെലക്ഷൻസ് കിട്ടും. ഞങ്ങൾ ചമയവും പിന്നെ ബ്യൂട്ടി സിൽക്സ് ഒക്കെയാണ് അധികം പോക്ക്. എല്ലാ കടയൊന്ന് എന്താ പറയുക കയറി നോക്കലുണ്ട് കേട്ടോ ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ. ഇപ്പോൾ കുറേയിട്ട് ചമയത്തിലാണ് കയറൽ. അപ്പോൾ നമ്മുടെ ചമയം പുതിയ രീതിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊന്നല്ലായിരുന്നു മുന്നേ. ഇപ്പോൾ ഇതിൻ്റെ പണി ഒരു 5-6 മാസമായിട്ടുള്ളൂ ഇതൊന്ന് പുതുക്കി ഇതാക്കിയിട്ട്. അപ്പോൾ ഞാൻ കയറി ഉടനെ തന്നെ അവിടെ മാനേജറോടൊക്കെ സമ്മതം ചോദിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. നമ്മളങ്ങനെ വേണമല്ലോ ചെയ്യാൻ. മുന്നേയൊക്കെ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ പിന്നെ യൂട്യൂബ് ചാനൽ ഉണ്ട് പറഞ്ഞപ്പോൾ അവർ മാനേജറോട് ബ്ലോഗർമാരാണ്, അവർക്ക് വീഡിയോ എടുക്കണം അത്രയാണ്, അപ്പോൾ അത് കുഴപ്പമില്ല എടുത്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മേലത്തെ നിലയിലേക്ക് എത്തിയിട്ടോ. ഈ കുട്ടികൾക്ക് എന്താ പറയുക, ഈ ടോപ്പും പാൻറ്റും ഉണ്ടല്ലോ അങ്ങനത്തെ മതി എന്ന് പറഞ്ഞപ്പോൾ അമ്മു എന്താ ആദ്യം പറഞ്ഞതെന്നറിയോ, ചേച്ചിക്ക് എടുത്തിട്ട് മതി എനിക്ക് എടുക്കൽ, കാരണം ചേച്ചിക്ക് എങ്ങനത്തെയാണോ എടുക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് വേണമെന്നാണ് കേട്ടോ അമ്മ പറഞ്ഞത്. അപ്പോൾ അനുവിന് തിരഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ടോപ്പ് ഇഷ്ടത്തിനടുത്ത് കിട്ടിയില്ല, നല്ലോണം സെലക്ട് ചെയ്തില്ല കേട്ടോ, തിരഞ്ഞതുമില്ല. എനിക്ക് അതിനെപ്പറ്റിയൊരു പിടിയില്ല. എനിക്ക് ഈ ചുരിദാർ ഷോർട്ട് ടോപ്പൊക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ ഈസിയായിട്ട് തിരഞ്ഞെടുക്കും, മറ്റത് അറിഞ്ഞൂടെ. അപ്പോൾ ഞങ്ങൾ ടോപ്പൊന്നും പറ്റാതെ വന്നപ്പോൾ അങ്ങനെ ഷോർട്ട് ടോപ്പ് മതി പറഞ്ഞിട്ട് പോയി കേട്ടോ. അപ്പോൾ അതിൽ കണ്ടോ വമ്പ സെലക്ഷൻസ്, എന്താ ഭംഗി. എനിക്കാണെന്ന് വെച്ചതിലൊക്കെ ഇഷ്ടമായിട്ടോ. എന്നിട്ട് മാറി മാറി ഇട്ട് നോക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിലൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനി ഫോട്ടോയിൽ കാണുമ്പോൾ മനസ്സിലാവട്ടെ ഏതാന്ന്. പിന്നെ ഓണം വീഡിയോ ഒക്കെ ഞങ്ങൾ ഇറക്കിയല്ലോ, അതുകൊണ്ട് അറിയാം ഏതാ എടുത്തതെന്ന്. പിന്നെ അവൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ജെഗിങ്സ് എടുത്തിട്ടോ. എന്താ അതിൻ്റെ പേരെന്നൊക്കെ അറിഞ്ഞൂടാ. അടിപൊളി മുട്ടിൻ്റെ ഇറക്കമുള്ള നല്ല ഇറക്കമുള്ള പാൻറ്റും എല്ലാം അങ്ങനത്തെ. അപ്പോൾ അമ്മൂന് 3 ടോപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെ മെറൂൺ അവൾക്ക് കറക്റ്റ് പാകമായി, പക്ഷെ അവൾക്കത് പറ്റണില്ല. അപ്പോൾ എന്താ പറയുക, എന്തോ ഇലാസ്റ്റിക് തടയുണ്ട് കേട്ടോ. അപ്പോൾ വേറെ അതൊന്നും ഇട്ട് നോക്കിയതൊന്നും എടുക്കാതെ വേറെ ടോപ്പ് വന്ന് എടുത്ത് നോക്കിയത് ഞങ്ങൾക്ക് 4 ഇഷ്ടമായി. അപ്പോൾ അത് തിരഞ്ഞെടുത്തു. അതാണ് ഇട്ട് നോക്കിയപ്പോൾ ഇത്രയും ഫിറ്റ്, എത്ര ഭംഗിയാണെന്നറിയാം. ടോപ്പ് ഇട്ട് നോക്കുമ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 എനിക്ക് തുന്നേണ്ട ആവശ്യമില്ല. 2 കുപ്പായങ്ങൾ, പാൻറ്റും കിട്ടി കറക്റ്റ് സൈസിന്. അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ പോണത് മാക്സി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മാക്സി ടോപ്പിക്ക് ചുരിദാറിനോട് ഇപ്പോൾ വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാനത് ടോപ്പ് എടുക്കലൊക്കെ ഞാൻ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 2 മാക്സി മതി, കാരണം നമ്മൾ സാധാരണ ഇടാനാണല്ലോ വേണ്ടത്. ആകെ 3 മാക്സി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മാറി ഇട്ടിട്ട് നടക്കുന്നത്. ഞാൻ അങ്ങനെയാണ്, ഒരുപാട് വാങ്ങിക്കൂട്ടുന്ന ശീലമൊന്നുമില്ല. അത് നല്ലോണം കേട് വന്നാൽ മാത്രം അടുത്ത 2 വാങ്ങും. പിന്നെ ആ 2 കേട് വന്നാൽ മാത്രം അടുത്ത 2 വാങ്ങും. അങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒരു അലമാരയിൽ നോക്കിയാൽ ഒരൊറ്റ മാക്സി ഉണ്ടാവില്ല, 2 മാക്സി എപ്പോഴും അടക്കയിലുണ്ടാവും. അങ്ങനെയാണ് ഞാൻ, എനിക്കതാണ് ഇഷ്ടം. ഒരുപാട് മക്കൾക്ക് വാങ്ങിക്കൂട്ടുക എന്നാണ് ഇപ്പോഴത്തെ ഒരു രസമുള്ളത്. കാരണം നമ്മൾ ഏത് കടയിൽ പോയാലും അവർക്ക് ഈ എന്താ പറയുക പല പ്രിൻറ്റിങ്ങുള്ള ഉടുപ്പും ചുരിദാറൊക്കെ തുന്നണ തുണി ഉണ്ടാവുമ്പോൾ അത് വാങ്ങലാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഈ ഭാഗമൊക്കെ ഇപ്പോൾ അതിൻ്റെയാണ്. ഇവിടെ ലേസുകൾ എല്ലാ സാധനങ്ങളുണ്ട് കേട്ടോ. മുന്നത്തെ പോലെയല്ല, ഇത്തിരി മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു തപ്പിപ്പിടുത്തമുണ്ട് കേട്ടോ. അത് നേരാക്കിയ ശേഷം ഞങ്ങൾ പിന്നെ വന്നിട്ടില്ല. അന്ന് കഴിഞ്ഞ പ്രാവശ്യം എപ്പോഴോ വന്ന സമയത്ത്, വിഷുവിനൊക്കെ വന്ന സമയത്ത് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഈ ഉടുപ്പും ചുരിദാറൊക്കെ തുന്നാൻ പറ്റുന്ന പീസുകൾ. എന്തോ ഒരു ഭംഗിയാണെന്നറിയാം തുണികൾ കാണാൻ. ഇപ്രാവശ്യം എടുത്തില്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ അവിടെയാണ് ഒന്ന് തട്ടിത്തടഞ്ഞ് നിൽക്കൽ. ഇവർക്ക് കുപ്പായ അടിക്കാൻ വാങ്ങാൻ വേണ്ടി, തുന്നണതും ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞങ്ങൾ ബില്ലടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ഒരു ബില്ലടിക്കാൻ നിൽക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെയൊക്കെ നടന്ന്, പിന്നെ ഞങ്ങൾ പോണത് അവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന്, ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ നിന്ന് കേട്ടോ അങ്ങാടിപ്പുറത്ത് നിന്ന് പോകുന്നത്. കാരണം ബൈക്കിൽ പോരാൻ പറ്റില്ലല്ലോ, മറ്റത് ഞങ്ങൾ സ്കൂട്ടറിൽ അങ്ങോട്ട് പോകാറില്ലാണ് 4 കൂടെ. അപ്പോൾ മാർക്കറ്റിൽ പോയി ഞങ്ങൾ പച്ചക്കറി അന്ന് തന്നെ വാങ്ങലില്ല കേട്ടോ. ഉത്രാടത്തിൻ്റെ അന്ന് ഇവർ പോയിട്ട് വാങ്ങലാണ്. അപ്പോൾ ഞങ്ങൾ പലചരക്ക് സാധനങ്ങളെല്ലാം അവിടെ നിന്ന് വാങ്ങി.
ഈ മാർക്കറ്റ് പുതിയ മാർക്കറ്റായിട്ട് മക്കൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞങ്ങൾ പഴയ മാർക്കറ്റാണെന്ന് വെച്ചാൽ ഞങ്ങൾ എന്താ വെച്ചാൽ ഈ വിരുന്ന് പോയി വരുമ്പോൾ എപ്പോഴും കയറി ഒന്ന് കറങ്ങിയിട്ടൊക്കെയാണ് വീട്ടിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ തിരിച്ച് പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് വേറെ എവിടേക്കും കയറുമൊന്നുമില്ല. ഇനി നേരെ അങ്ങനെ അങ്ങാടിപ്പുറത്ത് വണ്ടിയിൽ പോയി ഇറങ്ങി അവിടെ നിന്ന് സ്കൂട്ടറിൽ പോകാനാണ് പ്ലാൻ. അവിടെയാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ പുതിയ നിയമമൊക്കെ വന്നതിൽ ക്യാമറയൊക്കെ വന്നതിൽ ആകെ കുടുങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മറ്റത് ഞങ്ങൾക്ക് വിരുന്ന് പോകാണെച്ചാലും ആ ബൈക്കിൽ പോയാൽ നല്ല സുഖമായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി കണ്ട ജ്യൂസ് മുട്ടായിയൊക്കെ വാങ്ങി അങ്ങനെ ഒരു പോക്കായിരുന്നു. അപ്പോൾ അതൊക്കെ നിന്നുപോയി. ഒന്നും പറയണ്ട, ഭയങ്കര വിഷമമാണ്. ഒക്കെ മാറില്ലേ. ഇനി യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയാണ് ഒരു കാറൊക്കെ വാങ്ങാനേ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ പറ്റുള്ളൂ. കാറൊന്നും വേണ്ട കേട്ടോ, കാറൊന്നും വേണ്ട. എനിക്ക് അതിനോടൊന്നും ഒന്നുമില്ല കേട്ടോ, അതിനുള്ള ആഗ്രഹമൊന്നുമില്ല. ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. പിന്നെ ഇനി തിരിച്ച് വരികയാണ് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി വിളിച്ചിട്ട് തിരിച്ച് വരികയാണ്. അങ്ങാടിപ്പുറത്ത് എത്താനായിട്ടില്ല, പെരിന്തൽമണ്ണയാണ്. അപ്പോൾ അവിടുത്തെ കടകളൊക്കെ ഇങ്ങനെ കാണാൻ കേട്ടോ. ക്യാമറ വെറുതെ ഇങ്ങനെ ഫോണും പിടിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ ചമയത്തിനെ പോലെ തന്നെ ഇഷ്ടപ്പെടുന്ന വേറൊരു കട ഇവിടെ ഉണ്ട്, ബ്യൂട്ടി സിൽക്സ് എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മുടെ കല്യാൺ ജ്വല്ലേഴ്സൊക്കെ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എന്താണെന്നറിയില്ല, വലിയ ബ്ലോക്കൊന്നും കാണാനില്ല. മറ്റത് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും ഏത് സമയത്ത് പോകുമ്പോഴും. പെരിന്തൽമണ്ണ ഭാഗത്തൊക്കെ ഇവിടെ മെൻസ് ഫാഷൻ ഷോപ്പ് ഞങ്ങൾ മുന്നേ ഇവിടെ കയറിയിട്ട് നല്ല ഷർട്ട് പീസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞാൽ വിലക്കുറവിൻ്റെ മഹാമേള പറഞ്ഞിട്ടൊരു 100 എണ്ണം കാണും. സത്യം പറഞ്ഞാൽ അതിലൊക്കെ ഒന്ന് കയറി നോക്കാൻ ആഗ്രഹമുണ്ട്. കയറി നോക്കിയാൽ മുതലാവില്ല എന്നറിയാറുണ്ട്. എന്നെ കയറ്റില്ല, ഞാൻ കയറില്ല കേട്ടോ. കാരണം മുതലാവില്ല, നമുക്ക് ഏതാ വേണ്ടതെന്നൊരു പിടുത്തം ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാനൊരു കാര്യം മറന്നേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടിയിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. പിന്നെ ഞാനിപ്പോൾ റീൽസിലൊക്കെ ഒന്നിങ്ങനെ എന്താ പറയുക, താല്പര്യമായിട്ടുണ്ട് കേട്ടോ. റീൽസൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ റീൽസൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കണേ. ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. നമ്മളെന്ന് എന്താ പറയുക, കുറച്ച് കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല കേട്ടോ, കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നടക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് തന്നെ വേണം. അപ്പോൾ ഞങ്ങളിതാ അങ്ങാടിപ്പുറത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. മേൽപ്പാലത്തിൻ്റെ താഴത്താണ്, ബ്ലോക്കിൽ അങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ്. ഇനി ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ വീട്ടിൽ പോവും. പിന്നെ അധികം തുന്നാനൊന്നുമില്ല പ്രാവശ്യം. 2 മാക്സി മാത്രമേ അടിക്കാനുള്ളൂ കേട്ടോ. അപ്പം മെഷീൻ ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടാകുകൊണ്ട് ഞാൻ പ്രാവശ്യം കൈത്തുന്നലാണ് തുന്നണേ. മെഷീൻ സൂചി പൊട്ടി കുടുങ്ങി കിടക്കുക, അതൊന്ന് ശരിയാക്കി എടുക്കണം. പിന്നെ പണിയൊന്നുമില്ല കേട്ടോ, അത് ശരിയാക്കി എടുക്കാനുള്ളൂ. അതിലിരിക്കാൻ മടിയാവും കൊണ്ട് മാത്രം അതങ്ങനെ നീണ്ടുപോയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ അധികം ദിവസമില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് കൈത്തുന്നലും സിമ്പിളാണ് കേട്ടോ. എന്താ പറയുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. വീഡിയോ കഴിഞ്ഞ് പോയി